ജനറൽ കാറ്റഗറിയിൽ നാടോടി നൃത്തത്തിൽ 3ാം സമ്മാനം നേടിയിരിക്കുന്ന സാരംഗ് എന്ന് പറയുന്ന മിടുക്കനല്ല മിടുമിടുക്കനായ കുട്ടി നമ്മളോടൊപ്പം ഉണ്ട്. ഒപ്പം കുട്ടിയുടെ അമ്മയും അതേ സ്കൂളിലെ അധ്യാപികയുമായ ഉഷേച്ചി നമ്മളെ കൂടെ ഉണ്ട്. അവനിക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന പ്രതില എന്ന് പറയുന്ന ട്രെയിനർ ടീച്ചറും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയാണ് ഈ 3ാം സമ്മാനം? കാരണം ജനറൽ കാറ്റഗറിയിലാണ് ഈ ഒരു 3ാം സമ്മാനം നേടിയിരിക്കുന്നത്. അതൊരു വളരെ എന്താ പറയാ വാക്കുകളിൽ എന്താണ് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഇപ്പൊ എന്റെ മകന് ഡൗൺ സിൻഡ്രം എന്ന സ്ഥിതിവിശേഷമാണ്. അപ്പോൾ നമ്മളെ അങ്ങനെ ആയിട്ടൊരു കുട്ടി ഒരിക്കലും നമ്മൾ പിന്നോക്കത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവർക്ക് സാധാരണ കുട്ടികളെക്കാളും ഒരുപാട് കഴിവുണ്ട്. ഞാൻ എൻ്റെ മകനിലൂടെയാണ് അത് മനസ്സിലാക്കിയത്. അപ്പം ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. +1 +2 ക്ലാസ്സിലെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ഏജിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ എനിക്കറിയാം, ഇപ്പം പല കുട്ടികളും ഇത്തരം മത്സരങ്ങളിൽ നിന്ന് പിന്നോക്കം പോകുമ്പോൾ ഇത്തരം കുട്ടികൾക്ക് അങ്ങനെയില്ല. അവർക്ക് ആവേശമാണ്. മോന് ഇനിയും മത്സരം ചെയ്യാനുള്ള ആഗ്രഹമാണ്. അവൻ നന്നായിട്ട് സിനിമാറ്റിക് ഡാൻസ് ചെയ്യും. അത് അവൻ ആരും പഠിപ്പിക്കാതെ തന്നെ യൂട്യൂബ് നോക്കി സ്വന്തമായിട്ട് അതേ രീതിയിൽ അവൻ ചെയ്യും. ഒരുപാട് വേദികളിൽ സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അവൻ കരാട്ടെ ചെയ്യുന്നുണ്ട്. എപ്പോഴും ആക്റ്റീവാണ്. കരാട്ടെ ചെയ്യുന്നുണ്ട്. ഗ്രീൻ ബെൽറ്റിലെത്തി. ജിമ്മിന് പോകുന്നുണ്ട്. അപ്പൊ എപ്പോഴും അവർ എനർജറ്റിക്കും ആക്റ്റീവാണ്. ഇപ്പൊ ഞാൻ കണ്ടിരിക്കുന്നത്, ഇപ്പൊ നമ്മുടെ കുട്ടികൾ മടിയന്മാരായി പോവാണ്. എന്താണ് അറിയില്ല, ഈ കുറെ ഫോണിലും ഇതിലൊക്കെ ആയി. പക്ഷെ ഇത്തരത്തിലെ കുട്ടികൾ കൂടുതൽ ആക്റ്റീവാണ്. അപ്പൊ നമ്മൾ അവരെ എനർജി കണ്ടെത്തിയിട്ട് അവരെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്കതിനാ താല്പര്യം. ഞാൻ ഇനിയും എന്റെ മകനെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ട്രെയിനറാണ് അല്ലേ? പ്രതില എന്നല്ലേ പേര് പറഞ്ഞ? എന്താണ് എനിക്ക് പഠിപ്പിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. 3 മാസമായിട്ട് എൻ്റെ അടുത്ത് ക്ലാസ്സിൽ നാടോടി നൃത്തം പഠിക്കാൻ വരുന്നുണ്ട്. നന്നായിട്ട് അവൻ ക്യാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാം സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നന്നായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള കുട്ടികളെ ഇതേപോലെ ഒരു അവസരമാക്കി സെപ്പറേറ്റ് മത്സരമൊക്കെ കൊടുത്തിട്ട് ഇതേപോലത്തെ കലോത്സവങ്ങളിൽ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അവർക്ക് മത്സരബുദ്ധി ഇല്ല. അവർക്ക് ഇതൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്യാനും കളിക്കാനും സ്റ്റേജിലും എല്ലാവരും ആളുകളെ കാണാനും അവരോട് സംസാരിക്കാനും അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളാണ് അവർക്ക് കൂടുതലുള്ളത്. അവർക്കത് കളർഫുൾ അത് ഒന്ന് കാണാനും. അപ്പം മറ്റുള്ള മത്സരാർത്ഥികളെ പോലുള്ള മത്സര ബുദ്ധി ഇല്ല. ഫസ്റ്റ് കിട്ടണം എന്നില്ല, സെക്കൻഡ് കിട്ടണം എന്നില്ല. അവർക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കണം എന്നുള്ളൊരു ഇതാണുള്ളത്. അപ്പം അതേപോലുള്ള അവസരങ്ങൾ ഇനി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നു.